ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഓൺ ന്യൂ വീഡിയോ. ഒത്തിരി പേര് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആക്കുക, ഒന്ന് വേഗം അപ്ലോഡ് ആക്കുക, കാണാൻ കൊതിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കൊച്ചിയിൽ ഞങ്ങൾ ഇന്നലെ യൂട്യൂബേഴ്സ് മീറ്റപ്പിന് പോയിട്ടുള്ള സ്ഥലം. കൊച്ചിയിലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. താജ് മലബാർ റിസോർട്ട് കായലോരത്താണിത്. കാണാൻ തന്നെ നല്ല ഒരു ഹെവി ലുക്ക് ഉണ്ട്. അതുപോലെ ആയിട്ടുള്ള ഇവിടെ നമ്മുടെ ഫിലിം ഫെയർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന വലിയ ഹോട്ടലാണ്. ഇവിടെ പെട്ടെന്നൊന്നും ചെന്നെന്ന് വെച്ചിട്ടൊന്നും ആരെയും കയറ്റി വിടില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളുടെ കാറിലെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരൊക്കെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഫേമസ് ആയിട്ടുള്ള ആരും കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാക്ക പറയും ചെയ്തത് എന്താ ഫുള്ള് ഉറക്കമാണല്ലോ എന്ന്. കാരണം ഉറക്കമല്ല, എനിക്കെന്താ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളിൽ വല്ലാത്തൊരു പേടി. കാരണം ഇങ്ങനൊരു മീറ്റപ്പിന് ആദ്യമായിട്ടാണ്. പിന്നെ ഇവർ ചിലരൊക്കെ പറഞ്ഞു കേട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥലം പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. 3 മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അതിലിങ്ങനെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും സ്പോട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിലപ്പുറത്തേക്കൊരു കോണ്ടാക്റ്റിംഗ് ഇല്ല. നമുക്ക് യൂട്യൂബിനോട് അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ ആ ഒരു മെയിലിൻ്റെ ഒരു ബലത്തിലാണ് കൊച്ചി വരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കസിനും ഒരുവിധം പേരൊക്കെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരൊക്കെ നൈസായിട്ട് ഒഴിവാക്കി. വരുന്നവർക്കെല്ലാം ഇതിനകത്തേക്ക് പ്രവേശനമൊന്നും ഇല്ല കേട്ടോ. നമ്മളവിടെ ചാനലിൻ്റെ പേര് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് വന്നിട്ട് നമുക്ക് വന്ന മെയിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. അതിലുള്ള രജിസ്റ്റർ നമ്പർ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് മാത്രം ഇവർ ഉൾഭാഗത്തേക്ക് കയറാനുള്ള ഈ ബാഡ്ജ് കൊടുക്കുന്നുള്ളൂ. ഈ ബാഡ്ജ് ഉള്ളവരെ മാത്രമേ അകത്തേക്ക് ആക്കുന്നുള്ളൂ. കൂടെ വന്നവരോടെല്ലാം പുറത്ത് നിൽക്കാനാണ് പറഞ്ഞത് ആദ്യം. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ ആകെ ടെൻഷനായിരുന്നു. മക്കളൊക്കെ യൂട്യൂബേഴ്സിനെയൊക്കെ കാണാമെന്ന് വെച്ചിട്ട് മക്കളൊക്കെ വന്നിട്ട് കാക്കു കളിയാക്കിക്കൊണ്ടിരിക്കരുത്. എൻ്റെ ഒരു മെയിലിൻ്റെ ബലത്തിലാണ് കൊച്ചിക്ക് പോകണത്. അവിടെ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവൊക്കെ കറങ്ങിയാണ്ട് ഇങ്ങോട്ട് പോരാ. അതല്ലെങ്കിൽ ഇങ്ങനെ അതല്ലാതിരിക്കാൻ ഒരു ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത്. ഇതാ കണ്ടോ, എനിക്ക് ആകെ വിഷമമായിട്ടൊക്കെ കയറുമ്പോൾ കാക്കുവിനോടും മക്കളോടെല്ലാം പുറത്ത് നിൽക്കാൻ പറഞ്ഞു. ഇവരോടൊന്നും മാത്രമല്ല, കൂടെ അവിടെ വന്നിട്ടുള്ള അധികം യൂട്യൂബേഴ്സിൻ്റെ കൂടെയും സ്ത്രീകളായിട്ടുള്ളവരുടെ കൂടെ, ഹസ്ബൻഡ് ഉണ്ട്, അല്ലാത്തവരുടെ കൂടെയൊക്കെ മക്കൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവരെല്ലാം പുറത്ത് നിൽക്കണം. എൻ്റെ കൂടെ വഴിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കയറിയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ 2 പേരും കൂടെയാണ് അകത്തേക്ക് കയറിയത്. ഇത് ആരിഫ മലപ്പുറം. അങ്ങനെ നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഇവരെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി. ഇത് ഓരോരുത്തർക്ക് ഇവിടെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അവിടുന്ന് ഓരോരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മളോട് ഓരോന്ന് ചെയ്യാൻ പറയുന്നുണ്ട്, വെൽക്കം ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട്. ഇത് നേരെ കയറി ഉടനെ തന്നെ ഞങ്ങളെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച്, നഗറ്റ്സ്, പുഡിംഗ് കേക്ക്സ്, അതുപോലെ പഴംപൊരി, എന്തെല്ലാം ഐറ്റംസ് വേണം അതെല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് താനോട്ട്. എല്ലാം വേണ്ടവർക്ക് വേണ്ടത്ര കഴിക്കാം. കോഫി ആയാലും ഷുഗർ ഫ്രീ ഉണ്ട്, അതുപോലെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്. ചായ ഉണ്ട്, സോസുകളുണ്ട്, എല്ലാം ഹെവി ആയിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 മണിക്കാണ് പോന്നിട്ടുള്ളത്. കൂടെ കാക്കുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവർക്ക് കൊച്ചിയിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ 2ഉം കൂടെ നടത്താമെന്ന് വെച്ചിട്ട്. പിന്നെ കുറച്ച് ലോങ് പോരുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ കാക്കുവിനും മടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്നും കൂടി മേക്കപ്പൊക്കെ ചെയ്ത് ഇനിയിപ്പം ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ മുഖം തുടച്ചും കളയാം, ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കത്തം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായി. ഇവിടെ നിന്നിപ്പോൾ എല്ലാവരും ഫാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് വലിയ ഹെവി ആയിട്ടാണ്. നമ്മളതിൽ ഒന്നുമില്ല, എന്നാലും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കൂടാൻ പറ്റിയ ഒരു സന്തോഷം. ഇത് നമ്മുടെ ആ കാറ്ററിംഗ് ഒക്കെ നടത്തി അനിതാസ് കിച്ചൺ വേൾഡ്, ലാക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. ഇത് ആരിഫ മലപ്പുറം. അങ്ങനെയുള്ള ഒരുവിധം പേരെയൊക്കെ കണ്ടു. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങളല്ല, ഏതെങ്കിലുമൊക്കെ കമ്പനിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നടത്തുന്നതാവും. ഒരു ഹോട്ടലിൽ കയറിയിട്ട് വെജിറ്റേറിയനൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, എന്താവും ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത ഒരു റൂമിലേക്കാണ്
ഓപ്പൺ ആയത്. ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്. നമുക്ക് ഇത് ക്രിയേറ്റർ കളക്റ്റീവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇത് ഈ ഫംഗ്ഷന് വന്നിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും നെയിം, ഈ ഒരു ചാനൽ നെയിം ഈ ഒരു ബോർഡിലുണ്ട്. നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിന് റൗണ്ട് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് സുർമി ബ്രോസ് ആണ്. അതും ഇതിലിക്കണം. പക്ഷെ അത് ക്ലോസ് ആയിട്ടാണോ നേരെയായിട്ടാണോ അടിഭാഗത്താണോ ഇതെല്ലാം ഓരോരോ യൂട്യൂബേഴ്സാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്ക് ഒരുവിധം ഫേമസ് യൂട്യൂബേഴ്സൊക്കെ വന്നു തുടങ്ങി. ഇതെല്ലാം അവരിൽപ്പെട്ടവരാണ്. എല്ലാവരെയും എനിക്ക് അറിയുന്നവരല്ല, എന്നാലും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പറയുന്നവരെയൊക്കെ. പക്ഷെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആരും ജാട കാണിച്ച് മാറി നിന്നതൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെ ഇൻസ്റ്റയിലും കൂടെ ഫേമസ് ആയിട്ടുള്ളവരാണ്. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. നാടുകേട് ഭാവോ, ഇത് സിൻടാക്സ് ബൈ സെൽഹല്യ അവരാണ്. ഇത് ഉമ്മയും മോനെന്ന് പറഞ്ഞിട്ടുള്ള അവരാണ്. അപ്പം ഇവരെല്ലാം ഇവരുടെ ചാനൽ നെയിം സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. പക്ഷേ എന്താ ചെയ്യാം, ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി കാണണ്ടേ. ഇവരൊക്കെ അതുപോലെ ഇത് ഫയാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്, ഇവരൊക്കെ അറിയായിരിക്കുമല്ലോ. ഇവരൊക്കെ സിലൂട്ടൈൽസ് അവരാണത്. യൂട്യൂബേഴ്സിന് കൂടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുമ്പോൾ എല്ലാവർക്കും നല്ല ചാടയാവുന്നുള്ളൊക്കെ ടെൻഷനായിരുന്നു ഞാൻ. പക്ഷേ ഒത്തിരി സന്തോഷമായി. എല്ലാവരും നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തൊക്കെ ചെയ്തത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാവരും ലാക്കും സബ്സ്ക്രൈബേഴ്സിലവരും ബട്ടൺ കിട്ടിയവരും അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ജീവിതം അതൊന്നുമില്ല. എല്ലാവരും ഒരേ രീതിയിലായിതാ കുറച്ച് കഷ്ടപ്പെട്ട് തിരിഞ്ഞ് പറഞ്ഞിട്ടായാലും സുർമി ബ്രോസ് എന്നുള്ളത് ഞാനിതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സുർമി ബ്രോസ് ദാ ഇങ്ങനെയാണ് കിടക്കുന്നത്. കൈയൊക്കെ വരച്ചിട്ട് വയ്യ, കാരണം ഒരുപാട് തപ്പിതാ. ഓരോരുത്തരും അവരവരുടെ ചാനൽ ഇതാ ഇതുപോലെ ബ്രോസ് ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് ക്രിയേറ്റർ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് എടുക്കണം. അവിടെ എല്ലാവരും ചാനൽ നെയിം റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി. ആ വിൻഡോ ഓപ്പണായപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിരിക്കാനാണ് പറഞ്ഞത്. ഇവിടെയാണ് ഈ ഫംഗ്ഷൻ നടക്കുക. നമുക്കിവിടെ സീറ്റ് നമ്പർ ഉണ്ടാവും, അത് നോക്കിയിട്ട് അതിലിരിക്കുക. അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ. ഇവരൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. എപ്പിക് കപ്പിളാണ് ഇവർ. ഇനി ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത 2-3 പേരും കൂടെ ഇതിലേക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവരാരാണെന്നൊക്കെ അറിയാൻ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെയുള്ളവരോടെല്ലാം ആദ്യം പുറത്ത് നിൽക്കാൻ പറഞ്ഞതായിരുന്നു. പിന്നെ മഴ പെയ്തപ്പോൾ അവിടെ ഓപ്പൺ ഏരിയയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരെയും കയറ്റിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇതിനകത്തേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല. വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് വീഡിയോ ഇട്ടത് me at the zoo, and that was by one of the co-founders, Javed, and then including all of you, the incredibly talented, I would say amazing creators. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പവർ ഹൗസ് തന്നെയാണ്. and I truly appreciate that. നിങ്ങളുടെ ഈ അണ്ടർലൈങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത്, ക്രിയേറ്റിവിറ്റിയുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പല സ്ഥലത്തുനിന്നും പല ടൈപ്പ് ഓഫ് പല വീഡിയോസ് വരുമ്പോൾ ഞാൻ ആലോചിക്കും, and we are here to establish and say that we really care about you and you are our rock stars. Ready ആണോ? എല്ലാവരും നിങ്ങളാണ് റോക്ക് സ്റ്റാർസ്. കാരണം ഈ പറയുന്ന 2000 it's all because of you are the rock stars. Now you'll have to clap 3 times. ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങൾ ക്ലാപ്പ് ചെയ്യേണ്ടത്. 1 2 1 2 3 1 2 1 2 3. അതിനുശേഷം കൈ 3 പ്രാവശ്യം പോലെ ക്ലാപ്പ് ചെയ്തിട്ട് കൈകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിടുക. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. You will come from the farthest places in Kerala and നല്ല ടയർഡ് ആയിരിക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എനർജി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടന്റ് കാണുന്ന ആള് തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ കഴിവാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ? സോ അതിനാണ് നമ്മൾ നിങ്ങളെ 1 2 3 come on 1 2 1 2 1 2
നമുക്ക് വേണ്ടി ഒരു ഇൻകം സോഴ്സ് എന്ന് മാത്രമല്ല, ഒരു ഇൻക്രെഡിബിൾ സോഴ്സ് ആൻഡ് ടൂൾ ഫോർ നോളജ് ഷെയറിംഗ്, കമ്മിങ് ടുഗദർ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് എംപവർമെന്റിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഓൾ ഓഫ് യു പ്ലീസ് താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ടാലന്റ് ഉണ്ട്, നിങ്ങൾ ബോറടിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ആയിട്ട് മാറ്റാനുള്ള റെസ്പോൺസിബിലിറ്റി എന്റേതാണ്. നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. Let's go to the agenda now. This is how the entire time is going to look like. Ice breaking learning session ഉണ്ടാവും, പോയി മാസ്റ്റർ പീസസ് ഉണ്ടാവും, യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് അവാർഡ്സ് ഉണ്ടാവും. നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും ഒരിക്കലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് ഷൈ ആവാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സ്ഥലത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് മാക്സിമം പോസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഓരോ ഷോർട്സ് ആയിട്ടും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് #YouTube Creator Collective ആണ്. And of course you can also tag at YouTube Creators India on Instagram. Okay, so maximum post ചെയ്യുക നിങ്ങളുടെ ഷോർട്സ്. Let us welcome them. All of you make some noise. With a strong and unique presence that resonates with millions of subscribers, Manish with 8.52 million subscribers, not a small thing. Known for his humorous and insightful long form and കൂടുതൽ അഡിക്റ്റ് ആവുന്നത് അല്ലേ, and thoughtful commentary. Now, ladies and gentlemen, Sensory with over 2.82 million subscribers. Can we have a huge round of applause for them once again? The Power Girl focuses on lifestyle content, sharing personal experiences through engaging and relatable videos that give viewers a glimpse of her daily life. Ladies and gentlemen, their channel, well, it stands out for their genuine. എല്ലാവരും ഉഷാറല്ലേ? സോ ഞാൻ സെൻട്രി, അപ്പോൾ ഞാൻ മനീഷ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയാ, ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ എല്ലാവരും ഒത്തുവിടാൻ പറ്റിയതിൽ സന്തോഷം. കുറെ മോഹങ്ങളുണ്ട്, അപ്പൊ ആരൊക്കെയാ നോക്കണ്ടേന്നുള്ള ഡൗട്ടിലാണുള്ളത്. സെക്കൻഡ് ടൈം ഇൻ കൊച്ചി. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് വിചാരിക്കുന്നത് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ റെഡി അല്ലേ എല്ലാരും? The vibrant and engaging YouTuber നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ശരണ്യ. Her channel is characterized by a personal and relatable style when she often shares glimpses of her everyday life and the challenges she incurs. I am seriously telling you, ഇവിടെ ആരാണ് എല്ലാവരും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ്. ഓക്കെ, അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, എന്റെ പേര് ശരണ്യ നന്ദകുമാർ. ഞാൻ ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കൊച്ചി തന്നെയാണ് സ്ഥലം. 2018 സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ എന്റെ ചാനൽ. കുറെ പേരുണ്ടല്ലേ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഒത്തിരി പേരുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്ക് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പൊളിക്കണ്ടേ നമുക്ക് നിങ്ങളെ കൊണ്ട്? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഇവിടുത്തെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. ഇതിനകത്ത് മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അതൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണെന്ന്. യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യണം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടണം അല്ലെ. കുറെ പേർക്കൊന്നും അറിയാൻ പറ്റില്ല ഇത് എന്തിനാണ്. അതുപോലെ തന്നെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പൊ ഇതാണ് കുഷ്യന്റെ മൈക്രോഫോൺ ആയിട്ടുള്ള ഐറ്റം. ഇത് ഈ ഒരു ഗെയിമിന്റെ പേരാണ് ക്യാച്ച് ബോക്സ്. അപ്പൊ റെഡി അല്ലേ? അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് പലർക്കും ഏറ് കിട്ടും. അപ്പൊ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് എറിഞ്ഞിടാൻ പോവാണ്. ശ്രദ്ധിക്കണം, ലൈറ്റിലൊന്നും തട്ടരുത്. അപ്പൊ നമ്മൾ എറിഞ്ഞിടുന്ന ആൾക്ക്, അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാരും നോക്കുക. നിങ്ങൾ പിടിക്കുന്ന ആൾക്ക് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് ഒരു കുട്ടി ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. അജ്മൽ എന്നാണ് അവരുടെ പേര്. 2 ചാനലുണ്ട്, പെട്രാക്സ് എന്നുള്ളത്, പിന്നെ അതുപോലെ മിറാക്കിൾ കപ്പിൾ എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനലുണ്ട്. കേൾക്കാൻ വയ്യ? ഓക്കെ, എന്റെ പേര് അജ്മൽ എന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ്. അതുപോലെ തന്നെ 2 ചാനലുണ്ട്, പെട്രാക്സ് എന്ന് പറഞ്ഞ ചാനലും മിറാക്കിൾ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾ ചാനലും ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ എന്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ആളാണ്. കാര്യം 0 സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ആള്.
പഠിക്കാനൊക്കെ പിന്നോട്ടായിരുന്നു പുള്ളിക്കാരൻ. വീട്ടുകാരൊക്കെ എതിർത്തതാണ് പുള്ളിയെ. എന്നിട്ടും അതെല്ലാം കളഞ്ഞിട്ട് വീഡിയോസ് ഇട്ടു. ആദ്യത്തെ വീഡിയോസ് ഒക്കെ 0 വ്യൂ, 1 വ്യൂ, 2 വ്യൂ, 10 വ്യൂ അങ്ങനെ പോയിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഐഡിയ തോന്നി 1 മുതൽ 1 ലക്ഷം വരെ എണ്ണി ലൈവ് ഇട്ടാൽ എന്തുകൊണ്ട് എന്നുള്ളത്. അങ്ങനെ 1 മുതൽ 1 ലക്ഷം വരെ എണ്ണിക്കൊണ്ട് ലൈവ് ഇടുകയും ആ ഒരു വീഡിയോ ക്ലിക്കായി. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നത് എനിക്കൊന്നും എബോ ഒരു 100 CR ഒക്കെയാണ് പെർ മന്ത് പുള്ളി ഉണ്ടാക്കുന്നത്. പുള്ളിയുടെ വീഡിയോസ് പലരും കണ്ടു കാണും. അപ്പൊ അത്രയും വലിയൊരു ക്രിയേറ്റർ ആയിട്ടുണ്ട്. സോ പുള്ളിയാണ് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ. ഫിറോസ്ക്കാണ് എന്റെ ഫേവറേറ്റ് യൂട്യൂബർ. അത് കേൾക്കുമ്പോൾ നല്ലൊരു കൈയടി കൊടുത്തേ. മോസ്റ്റ് പോപ്പുലർ വീഡിയോ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചെയ്യാം. ഒരു വീഡിയോ പറഞ്ഞാല് ഇപ്പൊ വൈറലായത് വയനാട് ഞാൻ പോയിരുന്നു. ഒരു 3 ദിവസം ഞാൻ വയനാട് സേവനത്തിലുണ്ടായിരുന്നു, ആദ്യം മുതലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തുനിന്നുള്ള ഒരു ഷോട്ട് ഞാൻ ഇട്ടിരുന്നു. അതാണ് വൈറലായത്. ഇപ്പൊ ലാസ്റ്റ് 2 മില്യൺ വ്യൂസ് കിട്ടി. അതന്നെ. പിന്നെ പാലക്കാട് ലുലുമാൾ വന്നപ്പോ എന്തുകൊണ്ട് പാലക്കാട് ലുലുമാൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. തെറിയോ തെറി. ആരെങ്കിലും ഒരു തമാശ കാണാൻ പറ്റുമോ? തെറി കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, പാലക്കാട് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് കുറെ തമാശ ആയിട്ടുള്ള കമന്റ്സ് കിട്ടി എന്നുള്ളതല്ലാതെ അതിൽ നിന്നൊന്നും കിട്ടിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു കമന്റ്, അതായത് എനിക്ക് പറയാം, അങ്ങനെ ഒരു വേദി കിട്ടിയാൽ പറയണം ആ കമന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ മറവി കൂടുതലാണ്, അതാണ് ഇങ്ങനെ ആലോചിക്കാൻ. നമുക്ക് ഏകദേശം ഒരു ഇപ്പോ ടോട്ടലായിട്ട് 30ഓളം ഏക്കർ കൃഷികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഫുൾ അപ്പൊ മലപ്പുറം ജില്ലയുടെ പിന്നെ യുവ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷക അവാർഡ് പിന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് മത്സരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് കിട്ടട്ടെ. തമിഴ്നാടിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ come on, start posting. Okay, now let's actually find the winner. ഈ ഇതിന്റെ വിന്നർ ആരാണ്? Come on, 3 പേരും. ഞാൻ പതുക്കെയാണ് വഴിക്ക് മാറാം. അവരെന്തായാലും സെലക്ട് ചെയ്തോട്ടെ. തീരുമാനിച്ചിട്ടാണ്. ക്ലേ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് ഒരു മത്സരം വെച്ചിരുന്നു. അതിൽ എല്ലാവരും ഒരുപോലെ നന്നായിട്ട് ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഗിഫ്റ്റ് കൊടുത്തത് എൻഗേജ്മെന്റ് ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞു ഇവിടുന്ന് എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്ന്. ഏറ്റവും കൂടുതൽ പോസ്റ്റ്, അതായത് യൂട്യൂബ് ഷോർട്സ് ആയിക്കോട്ടെ, യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റാ സ്റ്റോറി മാത്രം നമ്മൾ കൂട്ടില്ല, ഇൻസ്റ്റാ പോസ്റ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റാ റീൽസ് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ ഇവിടെ നടന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ആരാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? പോകുന്ന ടൈമിൽ തന്നെ മോനെ ഇൻസ്റ്റയിൽ ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ പോസ്റ്റ് ഇട്ട് എൻ്റെ കയ്യിലുള്ള നെറ്റിൻ്റെ MB ഒക്കെ തീർന്നിരുന്നു. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. 2:30 ആയതോടെ ഫംഗ്ഷൻ അവസാനിച്ചു എന്നല്ല, ഞങ്ങളോട് ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. കൂടെയുള്ളവരെല്ലാം കയറ്റിയിരുന്ന, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒഴിവായി. ഫുഡ് വെജിറ്റബിൾ വേണ്ടവർക്ക് അതും നോൺ വെജ് വേണ്ടവർക്ക് അതും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ ഒത്തിരി ചിരിപ്പിക്കുന്ന വിവേക് വീണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിലുള്ള അവരാണത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ബാഡ്ജ് കാണിച്ചു കൊടുത്താൽ യൂട്യൂബിൻ്റെ ഗിഫ്റ്റ് നമുക്ക് തന്നു. ഇന്നിവിടെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇനിയും ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ ഓരോ ഫംഗ്ഷനും ഓരോ സെഷനും കഴിയുമ്പോൾ നമ്മളോട് അവിടുന്ന് മാറാൻ പറയുന്നുണ്ട്. വീണ്ടും പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കാർത്തിക് സൂര്യ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ കുറച്ച് ടൈം നിന്നിരുന്നു. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. KL ബ്രോയെ കണ്ടതിൽ വളരെയധികം സന്തോഷമായി. അവരുടെ കൂടെ കുറച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഞങ്ങളെ ക്ഷണിച്ച യൂട്യൂബ് കളക്റ്റീവ് ഗ്രൂപ്പിനോടും ഇതെൻ്റെ ഫ്രണ്ട് ദിൽഷ, അതുപോലെ തന്നെ ഇത്രയും 1K ആവുമെന്ന് പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഇങ്ങനെ എത്തിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ
നമ്മളിടുന്ന എല്ലാ കിടുക്കാച്ചി വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. താങ്ക്